ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണ്. 2 ദിവസമായിട്ട് രാത്രി കാലത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഡോറ് തുറക്കുമ്പോൾ പുറത്തത്തെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, മണ്ണിൻ്റെ, എന്തൊരു രസമാണെന്നറിയും. അങ്ങനെ രാവിലത്തെ കലാപരിപാടിയാണ് ഇന്ന് ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ പറഞ്ഞുതരാം. അടിപൊളി ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ സോഫ്റ്റുള്ള മുട്ടാപ്പമാണ്. എനിക്ക് തോന്നുന്നു മുട്ടാപ്പം അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? പ്രത്യേകിച്ചും കണ്ണൂർക്കാർക്ക് എന്തായാലും അറിയുമല്ലോ. അതും സിറ്റി ഭാഗത്തുള്ള മിൽമയിലെ മുട്ടാപ്പം ചായയും മറക്കാൻ പറ്റുമോ? ഇതൊക്കെ പറയുന്നതിനിടയിൽ നമ്മുടെ റെസിപ്പി പറയാൻ വിട്ടുപോയി. എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, അത് എല്ലാവരും ഫോളോ ചെയ്തോളൂ. ഇവിടെ എല്ലാവർക്കും എൻ്റെ മുട്ടാപ്പം വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുറമേ നല്ല ക്രിസ്പിയും പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. മുട്ടാപ്പത്തിൻ്റെ മാവ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ തലേ ദിവസത്തെ മാവായിരിക്കണം, അതായത് തലേന്നേ അരച്ച് വെച്ച മാവായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഈ ബാറ്ററിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു മുട്ട, കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് പഞ്ചസാര, പിന്നെ പൂവമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഞെരടിയിട്ടിട്ടാലും വേറെ തന്നെ ഒരു ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മൈദയും കൂടി ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ചേ ആവശ്യമുള്ളൂ, അത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പിന്നെ ചായ കൂട്ടാനും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മക്കളെ സ്കൂളിലയക്കുന്ന തിരക്കിനിടയിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാൻ അധികവും ചായയാണ് കൊടുക്കാറ്. പിന്നെ ഇന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ബൂസ്റ്റാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഡെയിലി ബൂസ്റ്റൊന്നും ഇല്ല, എങ്കിലും അവരൊരു ആശ പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. മക്കളോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മുട്ടപ്പം, ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി ആയിട്ടുണ്ട് ഉമ്മ എന്നും പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറമേ നല്ല നോയ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവരൊക്കെ നല്ലതുപോലെ ഇത് ആസ്വദിച്ച് കഴിക്കുകയും നേരെ സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് 2-3 ആവശ്യത്തിനായിരുന്നു ഞാൻ പുറത്ത് പോയത്. അപ്പോൾ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് മീൻ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന വഴിയാണ്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. കിട്ടിയ മീൻ ഇതാ ഞണ്ടാണ് കേട്ടോ. ഇതാ എങ്ങനെയുണ്ട്, മുന്നേത്തെ ഒരു വീഡിയോയിൽ നല്ല കോമഡി ആയിട്ട് ചെയ്ത സാധനമാണിത്. അതായത് കുറേ മുന്നേ ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും പിടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ആ ഒരു വീഡിയോ. എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് ചെറിയ ഞണ്ടാണ്, അതുകൊണ്ട് തന്നെ കറി വെച്ചിട്ട് നല്ല ആ ഒരു ചൊയ കിട്ടുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എനിക്കും മക്കൾക്കും ഞണ്ട് നല്ലതുപോലെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോന് ഞണ്ട് കണ്ട ഉടനെ ഉമ്മ ഞണ്ടുണ്ടാ എന്നുള്ളതിൽ വളരെയധികം സന്തോഷത്തോടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഞണ്ടിനെ വാങ്ങുമ്പോൾ ഈ ഒരു ഷേപ്പ് വരുന്ന ഞണ്ടിനെ വാങ്ങണം. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ വരുന്ന ഞണ്ടിന് നല്ല രുചി കൂടുതലാണ് പോലും. അത് ഫീമെയിൽ ആയതുകൊണ്ടാണ് അതിന് രുചി കൂടുതൽ എന്ന് പറയുന്നു. അപ്പോൾ വാങ്ങുമ്പോൾ അങ്ങനത്തെ ടൈപ്പ് വാങ്ങിച്ചോളൂ കേട്ടോ. ഞാൻ ഞണ്ട് കറി വെക്കുന്നത് ചിക്കൻ കറിയും ഇറച്ചിക്കറിയും ഒക്കെ വെക്കുന്ന ഒരു സ്റ്റൈലിലാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരും ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തില്ലെങ്കിൽ ആ ഒരു രീതിക്ക് ട്രൈ ചെയ്യണേ. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, മല്ലിയില ഏറ്റവും ലാസ്റ്റ് ഇടുന്ന എല്ലാ കറിക്കും മല്ലിയില എപ്പോൾ ലാസ്റ്റ് ഇടണം കേട്ടോ, എന്നാൽ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. വഴന്ന് കഴിഞ്ഞാൽ ആ ഒരു മല്ലിയിലേൻ്റെ ഫ്ലേവർ കിട്ടില്ല നമുക്ക്. അതുപോലെ തന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഒരു വിസിലിൽ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കറിയിൽ വേറെ തന്നെ നിൽക്കുകയും ചെയ്യില്ല, നല്ല അടിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അതിന് ശേഷം ഞാൻ ആദ്യമേ ഞണ്ട് ഇതുപോലെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അത് ഈ ഞണ്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് രാത്രിത്തേക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലഷെല്ലാം അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഒന്നിക്ക് അന്നേരം തന്നെ കറി വെക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ
വേവിച്ചിട്ട് എടുത്തു വെച്ചാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇതിൽ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ചിക്കൻ കറി എങ്ങനെയാണോ വെക്കുന്നത് ആ ഒരു രീതിക്കാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞണ്ടിട്ടതിന് ശേഷം നമ്മൾ വിസിലടിപ്പിക്കുന്നില്ല, കാരണം മുന്നേ വേവിച്ച് വെച്ചതാണല്ലോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് നമ്മുടെ വെള്ളാപ്പത്തിനും ദോശക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഞണ്ട് കറിയോടൊപ്പം പച്ചരി ദോശയാണ് ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നേർത്ത ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുവിധമൊക്കെ അറിയാമല്ലോ ദോശൻ്റെ റെസിപ്പിയും കാര്യമൊക്കെ, അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല എന്തായാലും. അപ്പോൾ ദോശയും ഞണ്ട് കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ഫ്രം ഷിറിൻസ് ടോക്ക്.